നാലാമത്തെ ഡൈവ് പൂർത്തിയായിരിക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുതന്നെയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ട്രക്കിൻ്റെതെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം നേരിട്ട് കാണുന്നതിന് വേണ്ടി ഈശ്വർ മാൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. അത്തരത്തിലുള്ളൊരു സൂചന ലഭിച്ചാൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയില്ല. അല്പസമയം മുമ്പാണ് നാലാമത്തെ ഡൈവ് പൂർത്തിയായി ഈശ്വർ മാൽപ്പയെ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. ഇനി തൊട്ട് മറുകരയിൽ നിൽക്കുന്ന ഈ ഉന്നതരായിട്ടുള്ള MLA-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ ഈ ഡൈവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രക്കിൻ്റെതെന്ന് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ഘട്ടത്തിലാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്ന നാലാമത്തെ, അതായത് നമ്മൾ നേരത്തെ ലൊക്കേറ്റ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഡൈവ് ചെയ്തിരിക്കുന്നു. ഡൈവ് ചെയ്തതിന് ശേഷം ഉയർന്നു പൊങ്ങി. ആ ഘട്ടത്തിൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ട്രക്കിൻ്റെതെന്ന് കണ്ടെത്താനുള്ള, അതായത് ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള സിഗ്നലുകളെല്ലാം ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു. ആ മേഖലയിലാണ് ട്രക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിലും ഉന്നതരായിട്ടുള്ള സംഘം, റിട്ടയർഡ് മേജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരുപക്ഷെ ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. സ്വാഭാവികമായും ഈ ട്രക്ക് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒഴുക്ക് ശക്തമായതുകൊണ്ട് ഈ പറയുന്ന മണ്ണും ചളിയും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം തന്നെ ആ മേഖലയിലേക്ക് വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ചളിയിൽ ഈ ട്രക്കിന് മുകളിൽ ചളിയോ മരമോ ഒക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമാണോ ആ മേഖലയിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് വീണ്ടും നേവിയുടെ സംഘം അതിനോട് കുറച്ച് അകലേക്ക് മാറി റൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് നേവിയുടെ സംഘം നേരത്തെ ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്തതിന്റെ കുറച്ച് അകലെ മാറിക്കൊണ്ട് റൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഏത് സാഹചര്യത്തിലും ഈ പറയുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിശോധന നടത്തുക, അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈശ്വർ മാൽപ്പെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈശ്വർ മാൽപ്പെ ഈ ദൗത്യ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ഓപ്പറേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടറോടും MLA-യും ഉൾപ്പെടെയുള്ളവർക്ക് വളരെ വിശദമായ തോതിൽ തന്നെ വിശദമാക്കി നൽകുകയായിരുന്നു. 3 കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബോട്ടിൽ നിന്ന് തന്നെ ആംഗിളർ ഇടും. അതിനുശേഷം ആ മേഖലയിൽ ഏതെങ്കിലും ഒരു കയറിൽ പിടിച്ച് താഴേക്ക് പോകും. അതിനുശേഷം നേരെ അടുത്ത ആങ്കറിലേക്ക് കടന്നു പോകും. അങ്ങനെ 4 സ്ഥലത്തേക്ക് കടന്നുപോയി ഒന്നിനു പിറകെ മറ്റൊന്നായി പരിശോധിച്ച് ഉയർന്നു പൊങ്ങുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ സതീഷ് സെയിൽ MLA-യോടും തന്നെ ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഈ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയായി വെല്ലുവിളിയായി മാറി. ഒരു ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയുടെ ഈ കയറ് പൊട്ടി ഏകദേശം ഒരു 100 മീറ്ററോളം തന്നെ ഈശ്വർ മാൽപ്പെ ഒഴുക്കിൽ പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നേവിയുടെ സംഘം ഇതിന് ചുറ്റും, അതായത് ഈ ഈശ്വർ മാൽപ്പയുടെ ബോട്ട് ഇരിക്കുന്നതിന്റെ ചുറ്റും തന്നെ ഒരു നിലയുറപ്പിച്ചുകൊണ്ട് ഒരു സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നടപടി കൂടി സ്വീകരിച്ചത്. ഇപ്പോൾ വീണ്ടും ഈ ബോട്ട് ഈ മൺതിട്ടയ്ക്ക് അടുപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേവിയുടെ ബോട്ടാണ്. നേവിയുടെ ബോട്ട് വീണ്ടും ഈ പറയുന്ന മൺതിട്ടയ്ക്ക് അടുത്തേക്ക് വരുന്നു. നേരത്തെ ദൂരത്തേക്ക് മാറിപ്പോയിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് കിട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ട്രക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്തിയാൽ തന്നെ അത് ഈ ദൗത്യത്തിൽ വളരെ നിർണായകമായി മാറുകയും ചെയ്യും. കാരണം ട്രക്കുണ്ട്, ട്രക്കിന്റെ കൃത്യമായ രീതിയിൽ സിഗ്നലുകളുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുമ്പോഴും പക്ഷേ ഇതിന് മുകളിൽ മണ്ണടിഞ്ഞുകൂടിയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലും ഈ പറയുന്ന രീതിയിൽ വലിയ പാറകളും ഒക്കെ അടിഞ്ഞുകൂടിയത് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്.